നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയാനായിട്ടുണ്ട്. അതായത് കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ഡൗട്ട് ചോദിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ബേസിക്കലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ടോപ്പ് മൂവ് തന്ന അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ടോപ്പ് മൂവ് തന്ന ഷെയറുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളുടെ ഡൗട്ട് ഇതായിരുന്നു, നമുക്കത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഏതാണ് ടോപ്പ് മൂവ് തന്നത് ഇല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഡൗൺ മൂവ് ചെയ്തത്. അപ്പോൾ സൈഡ് അറിയത്തില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ അതിൽ ട്രേഡ് എടുക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഏതൊരു ഷെയറും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ നിഫ്റ്റി 50 എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 50 ഷെയറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊരു ഷെയറും ആയിക്കോട്ടെ, അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്തോട്ടെ, ഒന്നെങ്കിൽ അപ്പ് സൈഡ് മൂവ് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ് ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് 2% താഴത്തേക്ക് പോയി, അതിനുശേഷം 2% മുകളിലേക്ക് പോയി, അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത പോയിന്റിൽ തന്നെ വന്നത് ക്ലോസ് ചെയ്തോട്ടെ. അപ്പോൾ എങ്ങും പോയിട്ടില്ലാത്ത രീതിയിൽ അത് ക്ലോസിങ്ങിൽ വന്ന് അവസാനിച്ചാൽ പോലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് വേണ്ടത് ഏതെങ്കിലും സ്റ്റോക്ക് റാൻഡംലി ട്രേഡ് എടുക്കുക, അതിൽ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഡൗട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, റാൻഡമായിട്ട് കുറച്ച് സ്റ്റോക്കുകളിൽ ട്രേഡ് എടുത്ത് നോക്കാം. അതായത് എയിൽ നിന്നൊന്ന്, ബിയിൽ നിന്നൊന്ന്, സിയിൽ നിന്നൊന്ന്, ഇങ്ങനെ നമുക്ക് 10 കമ്പനികളുടെ 10 സ്റ്റോക്കുകളിൽ ട്രേഡ് എടുത്ത് നോക്കാം. എന്ത് റിസൾട്ട് അതിൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ജസ്റ്റ് ട്രേഡ് എടുക്കാൻ വേണ്ടി ഒരു പോയിന്റ് നമുക്ക് വേണം. അതിനുള്ള ആ പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് സ്ട്രാറ്റജി. അതിൽ കവിഞ്ഞ് സ്ട്രാറ്റജിക്ക് ട്രേഡിങ്ങിൽ യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് ഈ ഒരു ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് പ്രൂവൺ ആകുന്നുണ്ടോ, ടെസ്റ്റ് ചെയ്ത് അത് തെളിയിക്കാൻ പറ്റുമോ എന്നും കൂടെ നമുക്ക് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ റിസ്ക് റിവാർഡ് കൊണ്ടാണ് ഏതൊരു ട്രേഡറും വിജയിച്ചിട്ടുള്ളതെന്നാണ് ഞാനിതുവരെ നോക്കി മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി അങ്ങനെയാണോ മറ്റെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഈ 30 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റാൻഡം ടെസ്റ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് അദാനി എൻ്റർപ്രൈസസിൽ നടത്തിയതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. കഴിഞ്ഞ ദിവസത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തു, ഒപ്പം തന്നെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ആ റേഞ്ച്, ആ ഒരു ഫുൾ റേഞ്ച് നമ്മൾ താഴത്തേക്ക് അളന്നെടുക്കാം. നമ്മൾ ഈ റേഞ്ച് ഫുള്ളായിട്ട് അളന്നെടുത്തു, അതിനുശേഷം അതിനെ അതുപടി തന്നെ താഴത്തേക്ക് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഇത് അതിനും താഴെ പോയിട്ടാണ് ഓപ്പൺ ആയേക്കുന്നത്. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് 15 മിനിറ്റ്സിലേക്ക് ഇതിനെ ചാർട്ടിനെ മാറ്റുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ലൈൻ അടക്കം എല്ലാ ലൈനും ഒന്ന് ക്ലോസ് ചെയ്ത് വിടുവാണ്. ഇന്നിപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കുക. ഈ ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഏതൊക്കെ സപ്പോർട്ട് ഏരിയാസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ 1, ഇവിടെ 2, അപ്പോൾ താഴത്തേക്ക് 2 ഏരിയാസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഓപ്പൺ ചെയ്തതിൻ്റെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1, പിന്നീട് ഈ ഡേയുടെ ലോ 1, ഇന്നലത്തെ ലോയും ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതൊന്ന് നോക്കാം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഏരിയയായിട്ട് ഇന്നത്തെ ഓപ്പണിങ്ങിന് യാതൊരുവിധ ബന്ധവുമില്ല, വളരെ തള്ളിപ്പോയിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ മറ്റുള്ള ലൈനുകൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഓപ്പൺ ചെയ്തു, ഈ ഒരു സപ്പോർട്ട് ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു, അവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ക്ലോസിങ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നു. രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ എങ്ങോട്ടും തന്നെ ക്രോസ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, മൂന്നാമത്തെ ക്യാൻഡിലിൽ ഗ്രീനിനെ താഴത്തേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, അല്ലെങ്കിൽ റെഡിനെ മുകളിലേക്കും.
അപ്പം മൂന്നാമത്തെ ക്യാൻഡിൽ റെഡിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുവാണ്. സോ ഇവിടെ പോയിട്ട് നമ്മൾ എൻട്രി എടുക്കും. വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല, അതിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അദാനി എൻ്റർപ്രൈസ് അദാനിയിൽ നമുക്ക് ലോസാണ് ഹിറ്റ് ചെയ്യുന്നത്. അടുത്തത് ബിയിൽ നോക്കാം, ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയിൽ നമുക്ക് ഇന്നലത്തെ ഹൈയും ലോയും കിട്ടുന്നുണ്ട്. അതിനുള്ളിലാണ് കാര്യങ്ങൾ നടന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്നലത്തെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ മധ്യഭാഗവും കണ്ടുപിടിക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഈ കാണുന്നതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ കൃത്യം മധ്യഭാഗത്ത് ക്ലോസിങ് തന്നു. സെക്കൻഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അത് എങ്ങോട്ട് ക്രോസ് ചെയ്യുന്നോ അങ്ങോട്ടേക്ക് നമ്മൾ എൻട്രി എടുക്കുന്നതാണ് പതിവ്. ഒപ്പം തന്നെ ഇത് ഗ്രീൻ ആയതുകൊണ്ടും താഴത്തേക്ക് ക്രോസിങ് വന്നേക്കുന്നതുകൊണ്ടും ഇത് എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായൊരു എൻട്രി തന്നെയാണ്. സോ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുന്നു. 0.5% മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 1:2 കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1:2 അത് ഹിറ്റ് ചെയ്യുന്നില്ല, പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ബജാജ് ഓട്ടോയിൽ നമുക്കിന്ന് കിട്ടുന്നത് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. രണ്ടാമത്തെ ട്രേഡും ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് നമുക്ക് സിയിലെടുക്കാം, സിപ്ല. ഇവിടെ നമുക്ക് ലോ അടയാളപ്പെടുത്തി ഇന്നലത്തെ, അതുപോലെ തന്നെ ഹൈ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ മധ്യഭാഗം നമ്മളൊന്ന് മെഷർ ചെയ്യുവാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മുകളിൽ വരെ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ പോയിരുന്നു. അതിന് ശേഷം രണ്ടാമത്തെ വന്നിട്ട് അവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഡേ ഹൈ ഒപ്പം പ്രൈസ് ആക്ഷൻ പോയിൻറ്റിന് മുകളിലുള്ള ബ്രേക്ക്, ഇതെല്ലാം കൊണ്ട് തന്നെ അവിടെ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തു. 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് കണക്ക് കൂട്ടി. അതിനുശേഷം നമുക്ക് 1:2 കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് ആ ഒരു മൂവിന് ശേഷം മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് പിന്നെ മൂവ് ചെയ്തിട്ടില്ല. സോ ഇന്ന് ലോസ് സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മളിത് ലോസായിട്ടേ കണക്ക് കൂട്ടുന്നുള്ളൂ. നമുക്ക് മോശം റിസൾട്ടാണല്ലോ വേണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ സിപ്ല ലോസ് സംഭവിച്ചതായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു. അപ്പോൾ 3 ട്രേഡ് എന്ന് എടുത്തിരുന്നെങ്കിൽ അത് 3ഉം ലോസേ ആവുകയുള്ളായിരുന്നു. ഇനി ഡിയിൽ ഇതുപോലെ തന്നെ ഇന്നലത്തെ ഹൈ, ഇന്നലത്തെ ലോ, ഇന്നലത്തെ ലോ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസിങ് തന്നു. അതിനുശേഷം ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഇവിടുന്ന് താഴത്തേക്ക് ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എൻട്രി എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ സ്ട്രാറ്റജി അതാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. സോ അവിടെ നമ്മൾ എൻട്രി എടുത്തു. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. അതും നമുക്ക് കിട്ടുന്നത് ലോസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിവിസ് ലാബ്, അത് നമുക്ക് ലോസ് കിട്ടി. ഇനി അടുത്തത് ഡി കഴിഞ്ഞിട്ട് ഇ. ഇതിൽ വന്നിട്ട് ഇന്നലത്തെ ലോ ഒപ്പം ഹൈ, ഇനി അതിൻ്റെ ഡേയുടെ മധ്യഭാഗം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്യാപ്പ് ഓപ്പൺ വന്നു, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വന്നു. അതിന് ശേഷം മുകളിലേക്ക് പുഷ് ചെയ്തു. പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ട് പറ്റേ വന്നതിന് ശേഷം താഴത്തേക്ക് ക്രോസ് ചെയ്യുവാണ്. ഈ ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്യുന്നു. സോ നമ്മൾ താഴേക്ക് എൻട്രി എടുക്കും.
0.5% നമ്മൾ സ്റ്റോപ്പ് ലോസും വയ്ക്കും. അത് ഇമ്മീഡിയറ്റ്ലി വന്ന് തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പോയിട്ട് ഏഷ്യർ മോട്ടേഴ്സിൽ ലോസ്. ഇപ്പോൾ 5 ട്രേഡ് നമ്മളെടുത്തു, 5 ബാക്ക് ടു ബാക്ക് നമുക്ക് ലോസ് കിട്ടിയിരിക്കുകയാണ്. അടുത്തത് ഗ്രാസിമിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ഡേയുടെ മധ്യഭാഗവും മാർക്ക് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഇവിടെ റെഡ് ക്യാൻഡിൽ വെച്ചേക്കുന്നത് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനോട് തൊട്ട് ചേർന്നിട്ടാണ്. സോ ഈ റെഡിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കും. അതാണ് നമ്മുടെ സ്ട്രാറ്റജി പറയുന്നത്. സോ നമ്മളവിടെ എൻട്രി എടുത്തു. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം 1:2 കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. 1:2 ഇവിടെ ഹിറ്റ് ചെയ്യുന്നില്ല. സോ അതിലും നമുക്ക് കിട്ടുന്നത് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. അപ്പോൾ ഗ്രാസിമിലും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 6 ട്രേഡ് എടുത്തു, അത് 6ഉം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി HCLൽ നമ്മൾ ഹൈ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ലോ മാർക്ക് ചെയ്തു. ഇതിൻ്റെ മധ്യഭാഗവും നമ്മൾ മെഷർ ചെയ്യുവാണ്. പ്രീവിയസ് ഡേയുടെ മധ്യഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. താഴത്തേക്ക് വന്നു, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. ഇന്നലത്തെ ഡേ ലോയിൽ വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുവാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അതിൻ്റെ തൊട്ടടുക്ക വരെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഹിറ്റ് ആയിട്ടില്ല. ഇനി നമുക്കറിയേണ്ടത് 1:2 കിട്ടുമെന്നുള്ളതാണ്. 1:2.4 അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് തരും. HCL ഇവിടെ നമുക്ക് 1:2 കിട്ടി. ഇപ്പോൾ 6 ട്രേഡ് കഴിഞ്ഞു. 7ാമത്തെ ട്രേഡിലാണ് ഫസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്തത് H കഴിഞ്ഞു, ഇനി ICICI ബാങ്ക് ഇന്നലത്തെ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുവാണ്, അതുപോലെ തന്നെ ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. ഈ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, മിനിമം 2% എങ്കിലും ചേഞ്ച് തന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എവറി ഡേ മിനിമം 2% എബോ ATR തരുന്ന സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്താലാണ് നമ്മുടെ റിസ്ക് റിവാർഡ് 1:2. നമ്മൾക്ക് എത്ര ലോസ് വെക്കേണ്ടത്? 0.5% ആണ്. പ്രോഫിറ്റ് അപ്പോൾ നമുക്ക് മിനിമം വേണ്ടത് എത്രയാണ്? 1% ആണ്. അപ്പോൾ 1.5% നമുക്ക് റിസ്ക് റിവാർഡ്, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ കിട്ടണം. അപ്പോൾ ഈ 1.5% ഉൾക്കൊള്ളിക്കണമെങ്കിൽ മിനിമം 2% ചേഞ്ച് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എല്ലാ സ്റ്റോക്കും അതൊന്നും ചെക്ക് ചെയ്യാതെ റാൻഡമായിട്ട് നമ്മൾ ട്രേഡ് എടുത്ത് കാണിക്കുകയോ ചെയ്തത്. എന്തുകൊണ്ടാണ്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സംഭവിച്ച ഒരു ഡൗട്ട് അത് ക്ലിയർ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇന്ന് ഇത്രയും ലോസ് കണ്ടിന്യൂസ് അടിക്കാൻ കാരണം, നമുക്ക് പ്രോഫിറ്റ് കിട്ടാത്തത്? ഇമാതിരി കാര്യങ്ങളും കൂടെ നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലായി പോകണം. അവസാനം പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിൽ നല്ലത് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഇതിന് 1% ചേഞ്ചേ ഉള്ളൂ. അപ്പോൾ 1% ചേഞ്ച് ഉള്ളൊരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്ത് നോക്കിയ സ്റ്റോക്കുകളൊക്കെ ഇത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പഠിച്ചു പോകാം. ഓക്കെ, ഇതിൻ്റെ ഇന്നലത്തെ റേഞ്ച് നമ്മൾ അതുപടി തന്നെ താഴത്തേക്കൊന്ന് മെഷർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. കാരണം ഇതിവിടെ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത് ഈ താഴത്ത് വന്ന് അതേ റേഞ്ച് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു, റെഡ് ക്യാൻഡിൽ ഹിറ്റ് ചെയ്തു. അതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നോക്കാം. ഈ റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ നമുക്ക് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടാർഗറ്റ് കിട്ടുന്നുണ്ടോ അതിൽ ഡേ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
1:3 കിട്ടുന്നുണ്ട്. അതിനകത്ത് ടാർഗറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ICICI ബാങ്കിൽ നമുക്ക് 1:2 കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ അത് 1:3 വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് ഇൻഫോസിസ്, JSW സ്റ്റീൽ. JSW സ്റ്റീലിൻ്റെ ലോ നമ്മൾ അടയാളപ്പെടുത്തി, ഇന്നലത്തെ ലോ, ഒപ്പം പ്രീവിയസ് ഡേ ഹൈ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് 2% ചേഞ്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത. ഇത് 2.9% ഉണ്ട്. അതായത് ഇതിനകത്ത് നമുക്കൊരു പക്ഷേ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത മറ്റുള്ള സ്റ്റോക്കുകളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നിരിക്കാം. അപ്പോൾ ഓരോ സ്റ്റോക്ക് നമ്മൾ ഈ അവസാനം എത്തിയതിന് ശേഷം നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു, അത് മധ്യഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് റെഡ് വെച്ചേക്കുന്നത്. അതിന് റിവേഴ്സ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഗ്രീൻ ക്യാൻഡിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കും. ഓക്കെ, മുകളിലേക്ക് എൻട്രി എടുത്തു. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം അതിൻ്റെ ഡേ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര കിട്ടാമായിരുന്നു? 1:4 കിട്ടാമായിരുന്നു. അപ്പോൾ നമ്മൾ 1:2 അവിടെ അടയാളപ്പെടുത്തും. JSW സ്റ്റീൽ. അപ്പോൾ അതിന് നമുക്ക് 1:2 കിട്ടി. ഓക്കെ, നമുക്ക് കിട്ടാമായിരുന്ന മാക്സിമം എത്രയാണ്? 1:4 ആണ്. ഇപ്പോൾ നമ്മൾ മൊത്തം 9 ട്രേഡ് കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി നെറ്റ് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. അതായത് ടാർഗറ്റും, അതായത് ലോസുമില്ല പ്രോഫിറ്റുമില്ല. നമ്മൾ ബ്രേക്ക് ഈവനിലായിട്ടുണ്ട്, 0-ലെത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ട്രേഡിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റിൽ പോകുമോ ഇന്നത്തെ ദിവസം, ലോസിൽ പോകുമോ എന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ J കഴിഞ്ഞു. ഇനി കോട്ടക് ബാങ്ക്. അപ്പോൾ കോട്ടക് ബാങ്കും നമുക്ക് സിമ്പിളായിട്ട് ഇന്നത് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലെന്ന് അറിയാനായിട്ടുള്ള മാർഗ്ഗം ഇപ്പോൾ നമുക്കറിയാം. എന്താണ്? ഇതിൻ്റെ ഇന്നലത്തെ ചേഞ്ച് 2% എബോവ് ഉണ്ടായിരുന്നോ? 2% എബോവ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഇന്നും അത് 2% എബോവ് ചേഞ്ച് തരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ല, ഇതിനകത്ത് 1%, ജസ്റ്റ് 1% ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു ദിവസം ചത്ത കുതിരയെപ്പോലെ കിടന്ന് റെസ്റ്റ് എടുത്തൊരു സ്റ്റോക്ക് നെക്സ്റ്റ് ഡേയിൽ അത് ചാടി എഴുന്നേറ്റ് ഓടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഒരനക്കവും ഇല്ലാതെ കിടന്ന ഒരു സ്റ്റോക്ക് തൊട്ടടുത്ത ദിവസം വമ്പൻ മൂവ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലത്തെ ഡേയുടെ മധ്യഭാഗവും മെഷർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതേ റേഞ്ച് നമ്മൾ താഴത്തേക്ക് മെഷർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു, ഒപ്പം ഇത് പോയിട്ട് മുകളിലേക്ക് ക്രോസിങ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടിയാൽ ഇത് ഇത്രയും പറ്റി ചേർന്നായതുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇനി 0.5% ആണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസും വെച്ചു. ഇനി ഡേയുടെ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര കിട്ടാമായിരുന്നു? 2.95. ഏകദേശം 3ക്ക് അടുത്തത് കൊടുത്തിട്ടുണ്ട് നമുക്ക്. കോട്ടക് ബാങ്കും നമുക്ക് 2 തന്നിട്ടുണ്ട് റിസ്ക് റിവാർഡ്. ഇപ്പം നിങ്ങൾ കണ്ടു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് എടുത്ത 6 ട്രേഡുകൾ ലോസ് അടിച്ചു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ട്രേഡുകൾ പ്രോഫിറ്റ് അടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നെറ്റ് 2% പോർഷൻ നെറ്റ് നമ്മൾ പ്രോഫിറ്റിൽ വന്നു. 2 പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5% വെച്ച് 2 പോർഷൻ, അതായത് 1% നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. 1% എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ലിവറേജ് അടക്കം 5 ടൈംസ് ലിവറേജ് അടക്കം 5% പ്രോഫിറ്റ് കിട്ടി. അതായത് ഈ ഒരു ദിവസം റാൻഡംലി നമ്മൾ ചെക്ക് ചെയ്തിട്ടും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് വന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തത് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ ഒരു സ്ട്രാറ്റജി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രാറ്റജി എന്ന് മാത്രമല്ല, ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മോശം എന്ന് കരുതാവുന്ന ഒരു സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഏതൊരു സ്ട്രാറ്റജി ആയിരുന്നാലും 1:2 റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ട് നമ്പർ ഓഫ് ട്രേഡ് ലോങ് ടൈം നമ്മൾ പോയാൽ ബൈ ഡിഫോൾട്ട് ഒരു മനുഷ്യന് ലോസ് ആവാൻ പറ്റില്ല, അയാൾക്ക് പ്രോഫിറ്റ് ആകാനേ പറ്റൂ എന്നതാണ് നമ്മൾ ഈ ഓരോന്നിലും നിന്നും
തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആദ്യം ലോസ് അടിച്ച 6 ട്രേഡുകളുണ്ട്. ഈ 6 ട്രേഡുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അതിൽ ലോസ് കിട്ടിയത്? അദാനി നമുക്ക് ഫസ്റ്റ് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അദാനിയുടെ പ്രീവിയസ് ഡേ ആവറേജ് നമുക്ക് നോക്കാം. ലോ ടു ഹൈ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇന്നലത്തെ ചേഞ്ച് വന്നേക്കുന്നത് ജസ്റ്റ് 1.5% ആണ്. അപ്പോൾ ഇന്നലെ ഇത് അനങ്ങാതെ കടന്നു. സോ ഇന്നത് നല്ല മൂവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ ദിവസം ഹിൻഡൻബർഗിൻ്റെ ന്യൂസ് വന്നിട്ടുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അദാനിയെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വോളട്ടൈലിറ്റിയാണ് ഫസ്റ്റ് ടൈം കാണിച്ചത്. ഫസ്റ്റ് 1 hour ഇത് നല്ല വോളട്ടൈലായിരുന്നു. സോ ദാറ്റ് വോളട്ടൈൽ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5% ആണ്. അപ്പോൾ വോളട്ടൈൽ മാർക്കറ്റിൽ 0.5% പോലുള്ളൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും അത് ഏത് സൈഡിലേക്കായാലും ബാക്ക് ടു ബാക്ക് എത്ര ട്രേഡ് എടുത്താൽ പോലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. കാരണം ഇത് 3%-ൻ്റെ ചേഞ്ചാണ് ആദ്യത്തെ 1 മണിക്കൂറിൽ 2 സൈഡിലേക്കും തന്നത്. ഒരു തവണ താഴത്തേക്ക് 3% വന്നു, അതുപോലെ തന്നെ മുകളിലേക്ക് 3% പോയി, വീണ്ടും താഴത്തേക്ക് 3.5% വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സ്റ്റോക്കിൽ നമ്മൾ എവിടെ പോയി എൻട്രി എടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് അദാനിയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ബജാജിൻ്റെ കാരണം എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. ബജാജ് ഓട്ടോയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ATR പ്രീവിയസ് ഡേ ലോ ടു ഹൈ ഇത് 1.69 ആണ്. അപ്പോൾ ATR 2 ഇല്ല എങ്കിൽ നമുക്ക് അതിനകത്ത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കിട്ടാനുള്ള ഒന്നുമില്ല. മിനിമം 2% എങ്കിലും വേണം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്നത്തെ അതിൻ്റെ ലോ ടു ഹൈ ഓടിയേക്കുന്നത് 1.45%. അപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഇതിനകത്ത് കിട്ടില്ല. ഈവൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എങ്കിൽ പോലും ടാർഗറ്റ് കിട്ടാനുള്ള മൂവ് ആ സ്റ്റോക്ക് നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ATR നോക്കണം. ATR മിനിമം 2% എബവ് ഉള്ള സ്റ്റോക്കുകളിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് ട്രേഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് NTPCയിലാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ NTPCയുടെ ആവറേജ് ട്രൂ റേഞ്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി സിപ്ലയിൽ എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത്രയും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സിപ്ലയിൽ നമുക്ക് ലോസ് തന്നെ കിട്ടിയ സ്റ്റോക്കാണ്. ഇതിൻ്റെ ഇന്നത്തെ ലോ ടു ഹൈ നോക്കിക്കഴിഞ്ഞാൽ 2% ആ ഷെയർ മൂവ് ചെയ്തിട്ടില്ല. അതായത് ഇന്നതിൽ ലോസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ടാർഗറ്റ് കിട്ടാനുള്ള മൂവ് അത് നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സിപ്ലയിൽ നമുക്ക് ടാർഗറ്റ് കിട്ടാഞ്ഞത്. ഇനി ഇന്നലെയും സിപ്ല മൂവ് ചെയ്തേക്കുന്നത് 1.25% ആണ്. അപ്പോൾ ഈ ചെറിയ മൂവ് ATR കുറവായിട്ടുള്ള സ്റ്റോക്കിൽ പോയിട്ട്, അതായത് ATR 2% താഴെയുള്ള സ്റ്റോക്കിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ ഈവൻ സ്റ്റോപ്പ് ലോസ് കിട്ടിയതില്ലെങ്കിൽ പോലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, ATRൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ ചെക്ക് ചെയ്ത കാര്യം എനിവേ ഇപ്പോൾ പ്രോഫിറ്റ് അടിച്ച് ഒരു 2 എണ്ണം കൂടെ ഞാനത് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. HCL ഇന്ന് മൂവ് ചെയ്തേക്കുന്നത് ലോ ടു ഹൈ അത് 1.72% മൂവ് ചെയ്തു. 2 എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും അത് അതിൻ്റെ ലോവസ്റ്റ് എൻഡിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയത് കൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് 2% ടാർഗറ്റ് അതിനകത്ത് ഹിറ്റ് ചെയ്തത്. എല്ലായ്പ്പോഴും ലോവസ്റ്റ് എൻഡിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇന്നലത്തെ അതിൻ്റെ ആവറേജ് നോക്കിയാലും ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ 1.66 ഉള്ളൂ. അതായത് ഈ സ്റ്റോക്കിലൊക്കെ പോയി നമ്മൾ ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റില്ല. 2% എബോ ചേഞ്ച് ഉള്ള സ്റ്റോക്കുകൾ ATR ഒരു 5 ഡേയ്സോ 14 ഡേയ്സോ എടുക്കുമ്പോൾ മിനിമം 2%-ന് മുകളിൽ ATR തരുന്ന സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി നമ്മളെടുത്തത് ICICയിലായിരുന്നു നമുക്ക് അടുത്ത പ്രോഫിറ്റ് കിട്ടിയത്. ICICയുടെ ഇന്നത്തെ ലോ ടു ഹൈ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ICIC 1.9 അപ്പോൾ 2-നടുത്തെത്തി അല്ലേ. അതുപോലെ തന്നെ അത് നമുക്ക് ടാർഗറ്റ് തന്നു. ഇനി ICICയിൽ നമുക്ക് എൻട്രി കിട്ടിയത് എവിടുന്ന? അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് എൻട്രി കിട്ടി. അതുകൊണ്ടിട്ടാണ് നമുക്കിവിടെ ടാർഗറ്റ് സിമ്പിളി കിട്ടിയേക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ICIC എന്താണ് ചെയ്തത്? ICIC ഇന്നലെ ചത്ത കുതിരയായിരുന്നു. ഇന്നലെ അനങ്ങിയിട്ടില്ല, 1% ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് നമ്മൾ അറിയണം, എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വട്ടം കൂടെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫങ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 21 രൂപ 79 പൈസയാണ്. അപ്പോൾ 21 രൂപ 79 പൈസ എത്രയ്ക്കാണ്? അതിൻ്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസിന് 21 രൂപ 79 പൈസ, 21.79 ഡിവൈഡഡ് ബൈ 1172 രൂപ, 1172 രൂപ ഇൻറ്റു 100. അതായത് ഇതിന് 1.85% ചേഞ്ച് മാത്രമേ ആ സ്റ്റോക്ക് തരുന്നുള്ളൂ, 2% തരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നിങ്ങൾ പോയിട്ട് ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റില്ല, എടുത്താൽ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുക, ഈ കിട്ടുന്ന വാല്യൂവിനെ അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ, അപ്പോൾ 21 രൂപ ചില്ലറയാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയത്, അതിനെ ഡിവൈഡഡ് ബൈ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഇടുക, ഇൻറ്റു 100 ഇടുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ 2%-ന് മുകളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സ്റ്റോക്കിനെ ഡേ ട്രേഡിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഈ സ്ട്രാറ്റജി വെച്ചിട്ട്, കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ലാസ്റ്റത്തെ നമ്മുടെ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതേ സ്ട്രാറ്റജിയാണ് നമ്മൾ പേഴ്സണൽ ട്രേഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ട്രേഡിൽ നമുക്ക് ഇന്നെന്താണ് കിട്ടിയത് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് ഇവിടെയാണ്. ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലത്തെ അതേ റേഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റേഞ്ചിൻ്റെ കൃത്യം മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ആ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് റിവേഴ്സ് ചെയ്തപ്പോൾ നമ്മളവിടെ എൻട്രി എടുത്തു. അവിടെ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ 1:2 എന്ന് പറയുന്നത് 400 രൂപയായിരുന്നു. കൃത്യം 400 രൂപയാണ് നമ്മുടെ 1:2 ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാം, ഇന്നത്തെ ഇത് ഡേ ക്യാൻഡിലേക്ക് ഞാൻ മാറ്റി കാണിക്കാം. 400 രൂപ ഇന്ന് അത് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് 410 അതായത് 10 പൈസ മുകളിൽ വരെ അത് വന്നു. പക്ഷേ നമ്മുടെ 400 വന്ന് അത് ഹിറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇത് തിരിച്ച് റിവേഴ്സ് ആയപ്പോൾ നമുക്കെന്തോ, കാരണം ഇന്ന് ന്യൂസൊക്കെ വന്ന ദിവസമാണ്, ഹിൻഡൻബർഗിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതാണ്. സോ ദാറ്റ് ഇന്ന് മാർക്കറ്റ് വളാറ്റൈലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാതെ ഇത് തിരിഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ നമ്മളുടെ 1:1 റേഷ്യോ ഇവിടെയാണ് വന്നിരുന്നത്. ആ ലൈനാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ 1:1 നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. അതുകൊണ്ട് 1:1 നമുക്കിവിടെ ഹിറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 111 രൂപയാണ് ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇന്ന് നമ്മുടെ ഓർഡർ ബുക്ക് ഇതാണ്. നമ്മൾ ബൈ ചെയ്തത്, സെല്ലാണ് ഫസ്റ്റ് ചെയ്തത്. 9:25 സെല്ല് ചെയ്തു, 404 രൂപ 5 പൈസയ്ക്ക്. നമുക്ക് തിരിച്ച് കിട്ടേണ്ടത് 400 രൂപയ്ക്കായിരുന്നു 1:2 കിട്ടേണ്ടത്. അത് കിട്ടിയില്ല. ആ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 1:1 402 രൂപയ്ക്ക് കിട്ടേണ്ട ഓർഡർ ഇട്ടിരുന്നു. അത് 402 രൂപ 15 പൈസയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ട്രേഡിൻ്റെ നിലവാരം ഇപ്പോൾ ഇങ്ങനെയാണ്. മൊത്തം 63 ദിവസമായി നമ്മളിപ്പോൾ ട്രേഡ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 63 ദിവസത്തിൽ 27 ദിവസം പ്രോഫിറ്റും 36 ദിവസം ലോസുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നെറ്റ് ലോസ് ഇത്രയും ദിവസം കൊണ്ട് സംഭവിച്ചേക്കുന്നത് 901 രൂപയുടെ ലോസാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ മാസത്തെ ലോസ് നോക്കിക്കഴിഞ്ഞാൽ 406 രൂപ ലോസിലാണ് നമ്മളുള്ളത്. 406 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു 3 പോർഷൻ ഇല്ലെ 4 പോർഷൻ ലോസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനെ മറികടക്കാനായിട്ട് നമുക്ക് 2 പ്രോഫിറ്റ് ബാക്ക് ടു ബാക്ക് അടിച്ചാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമല്ല. ഒപ്പം 900 എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം ഒരു 7-8 പോർഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 3-4 ട്രേഡ് പ്രോഫിറ്റ് അടിച്ചാൽ നെറ്റ് നമ്മൾ പ്രോഫിറ്റിൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വലിയൊരു ലോസ് അല്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ 63 ദിവസം കംപ്ലീറ്റ് ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 10,000-15,000 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നോ
ആ ഫുൾ എമൗണ്ട് വാഷ് ഔട്ട് ചെയ്യുന്നതാണ് ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം. അപ്പോൾ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 63 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ, അതായത് ഒരു മാസം നമ്മൾ 20 ദിവസം എന്ന് കണക്ക് കൂട്ടിയാൽ 60 ദിവസം എന്ന് വെച്ചാൽ 3 മാസമായി. 3 തവണ നമ്മൾ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്ത് സീറോ അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ട പൈസയിൽ നിന്ന് നെറ്റ് 900 രൂപയുടെ ലോസേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഡിസിപ്ലിൻ കടന്നു വന്നത് ഇപ്പോഴാണ്. 1:2 റിസ്ക് റിവാർഡ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയതും, ഒപ്പം ഒരേ സ്ട്രാറ്റജി ലോങ് ടൈം ഇത്രയും ദിവസത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്തതും, ഒപ്പം തന്നെ ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കില്ല എന്ന് ശപഥമെടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. എന്നിട്ട് പോലും ചില ദിവസങ്ങളിൽ നമ്മൾ 2 ട്രേഡ് വരെയൊക്കെ എടുത്തിട്ടുണ്ട്. അത് 2, 3, 4 ദിവസങ്ങളിൽ മാത്രമേ 2 ട്രേഡ് ഒരു ദിവസം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായി ചെയ്ത് കണ്ട് പഠിച്ച് മനസ്സിലാക്കുവാണ്. അതിതാണ്, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക. 2 ട്രേഡോ 3 ട്രേഡോ എടുത്താൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുകയല്ല കുറയുവാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ട്രേഡ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയത്. ഓക്കെ. 2, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. 1 പോർഷൻ ലോസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 1 പോർഷൻ ലോസ് കൊടുക്കുക, അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക. എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എടുക്കാനാണെങ്കിൽ മിനിമം 1:2 എടുക്കുക. ഓക്കെ. അത് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ലോങ് റണ്ണിൽ നമുക്ക് ലോസിലേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയറായിട്ട് തന്നെ പറയുക. കഴിവതും നമുക്കത് അറിയത്തില്ല എന്നുള്ള കാര്യമാണെങ്കിൽ പോലും പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക്, കമൻറ്റ് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.